സിദ്ദിഖിന് ആശ്വാസം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. പരാതി നൽകിയെന്ന സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയത്. നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലായിരുന്നു സിദ്ദിഖ്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അതിജീവിത പരാതി നൽകിയത് 8 വർഷത്തിന് ശേഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ച പരാതിക്കാരി 8 വർഷം പോലീസിന് പരാതി നൽകാതിരുന്നത് എന്താണ് എന്ന് കോടതി ചോദിച്ചു. 2016 നടന്ന സംഭവത്തിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് 2024 പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത പ്രായമായിരുന്നു അതിജീവിതയുടേതെന്ന് അവർക്കുവേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോവർ വാദിച്ചു. 2018 ഫേസ്ബുക്കിൽ ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്റിടാൻ അതിജീവിത ധൈര്യം കാണിച്ചുവെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സൈബർ ആക്രമണം കാരണം അതിൽ നിന്നും പിന്തിരികയായിരുന്നുവെന്നും അതിനാൽ പരാതി നൽകാൻ വയ്യ സാഹചര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ വാദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു കേസുകളെയും ബാധിക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി മുൻപാകെയും ഇവർ ഹാജരായില്ലെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗെ ചൂണ്ടിക്കാട്ടി. കേസിൽ നേരത്തെ സുപ്രീംകോടതി സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞയാഴ്ച പരിഗണിച്ച കേസ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വാദം മാറ്റണമെന്ന സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗയുടെ ആവശ്യം അംഗീകരിച്ചാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് പോലീസ് തനിക്കെതിരെ ഉന്നയിച്ചതെന്നുമായിരുന്നു സിദ്ദിഖിന്റെ വാദങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.